ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള വെറും 2-3 ചേരുവ കൊണ്ട് ദോശ ഉണ്ടാക്കാം. കറികളൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ദോശയാണ്. അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു പാത്രത്തിലോട്ട് ഒരു 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. 1/4 കപ്പ് തന്നെ മൈദ എടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ 1 ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മിക്സാക്കി കൊടുക്കണേ. കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ്. കലക്കി എടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും ഇതിലത്തെ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഇപ്പം റവയൊക്കെ സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു കോഴിമുട്ടയാണ്. അത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. മിക്സിയിലിടേണ്ട ആവശ്യമില്ല, ലാസ്റ്റ് മാത്രം ചേർത്താൽ മതി മുട്ട. ഇതുപോലെ അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ പാൻ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒരു കല്ല് വീതം ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കളർ ചേഞ്ച് ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിനൊരു 30 സെക്കൻഡ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇനി നമുക്കിതിനെ എടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ചൂട് ദോശയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.